നമസ്കാരം. സംസ്ഥാന പോലീസ് മേധാവി എസ് ദർവേഷ് സാഹിബ് ഈ മാസം 30-ന് വിരമിക്കുമ്പോൾ കൂടുതൽ സാധ്യതയാർക്ക്? സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന IPS ഉദ്യോഗസ്ഥരായ നിതിൻ അഗർവാൾ, റവാഡ ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത, മനോജ് എബ്രഹാം, സുരേഷ് രാജ് പുരോഹിത്, MR അജിത് കുമാർ എന്നിവരാണ് സംസ്ഥാന സർക്കാർ DGP സ്ഥാനത്തേക്ക് പരിഗണിക്കാനായി സമർപ്പിച്ച പട്ടികയിലുള്ളത്. ഇവരിൽ നിന്ന് 3 പേരുടെ അന്തിമ പട്ടിക തയ്യാറാക്കി UPSC സംസ്ഥാന സർക്കാരിന് കൈമാറും. അതിനിടെ ഈ പട്ടികയിലെ ആദ്യ 5 പേർക്ക് ഇന്റലിജൻസ് ക്ലിയറൻസ് കിട്ടിയെന്നും സൂചനകളുണ്ട്. അന്തിമ പട്ടിക തയ്യാറാക്കുമ്പോൾ ഈ ക്ലിയറൻസ് അതിനിർണായകമാണ്. ADGP റാങ്കിലുള്ള അജിത് കുമാറിന്റെ ഇന്റലിജൻസ് ക്ലിയറൻസിൽ പരിശോധനകൾ തുടരുകയാണ്. അജിത് കുമാറിനെതിരായ എല്ലാ പരാതികളും പരിശോധിക്കുന്നുണ്ട്. ചുരുക്കപ്പട്ടികയിൽ സംസ്ഥാന സർക്കാരിന്റെ വിശ്വസ്തർ ഉൾപ്പെട്ടില്ലെങ്കിൽ UP അടക്കം 10 സംസ്ഥാനങ്ങളിലുള്ളതുപോലെ ഇൻചാർജ് DGPയെ നിയമിക്കാനും സാധ്യതയുണ്ട്. അന്തിമ പട്ടിക തയ്യാറാക്കുന്ന നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതിനിടെ പട്ടികയിലുള്ള MR അജിത് കുമാർ ഒഴികെ മറ്റ് 5 പേർക്കുമെതിരെ UPSCക്ക് പരാതി ലഭിച്ചിട്ടുണ്ട്. പട്ടികയിലുള്ളവരുടെ ട്രാക്ക് റെക്കോർഡ് ഉൾപ്പെടെ വിശദമായ പരിശോധന നടക്കുമ്പോഴാണ് പരാതികളും എത്തുന്നത്. ഈ പരാതികളൊന്നും ഇന്റലിജൻസ് ഗൗരവത്തിലെടുക്കുന്നില്ലെന്നാണ് സൂചന. അതിനിടെ അജ്ഞാത പരാതികൾ UPSCയെ ഞെട്ടിച്ചിട്ടുണ്ട്. പട്ടികയിൽ 1-ാമതുള്ള റോഡ് സുരക്ഷാ കമ്മീഷണർ നിതിൻ അഗർവാളിനെതിരെ 3 പരാതികളെത്തി. പട്ടികയിൽ 2-ാമതുള്ള ഇന്റലിജൻസ് ബ്യൂറോ സ്പെഷ്യൽ ഡയറക്ടർ റവാഡ ചന്ദ്രശേഖർ, കേന്ദ്ര ഡെപ്യൂട്ടേഷനിലുള്ള സുരേഷ് രാജ് പുരോഹിത് എന്നിവരെ പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പരിഗണിക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരാതികൾ ലഭിച്ചിട്ടുണ്ട്. ഇതിനിടയിലാണ് പിന്നീട് കൂടുതൽ സാധ്യതയുള്ള മനോജ് എബ്രഹാമിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കപ്പെട്ടത്. ഈ ഹർജി കോടതി തള്ളി. മനോജ് എബ്രഹാമും ചുരുക്കപ്പട്ടികയിൽ എത്താൻ സാധ്യതയേറെയാണ്. സീനിയോറിറ്റി പാലിച്ചാൽ നിതിൻ അഗർവാൾ, റവാഡ ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത എന്നിവർ ചുരുക്കപ്പട്ടികയിലെത്തും. ഇവരോടൊന്നും പിണറായി സർക്കാരിന് അത്ര താല്പര്യമില്ല. ഇതിൽ നിതിൻ അഗർവാൾ BSF തലവനായിരുന്നു. അവിടെ നിന്നും കേന്ദ്ര സർക്കാർ നീക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ നിതിൻ അഗർവാളിനെ UPSC പരിഗണിക്കില്ലെന്നും സൂചനകളുണ്ട്. അങ്ങനെ വന്നാൽ മനോജ് എബ്രഹാമും ചുരുക്കപ്പട്ടികയിൽ ഇടം നേടും. അങ്ങനെ വന്നാൽ മനോജ് എബ്രഹാമിന് പോലീസ് മേധാവിയാകാനുള്ള സാധ്യതയും കൂടും. പട്ടികയിൽ 3-ാമതുള്ള എയർഫോഴ്സ് മേധാവി യോഗേഷ് ഗുപ്തയോട് സർക്കാരിനുള്ള അപ്രീതിയാണ് കഴിഞ്ഞ മാസം വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്നുള്ള മാറ്റത്തിന് കാരണമെന്നാണ് സൂചന. സർക്കാരിന്റെ വിശ്വസ്തനായി അറിയപ്പെട്ടിരുന്ന യോഗേഷ് ഗുപ്തയെ മാറ്റിയതിന് പിന്നിലെ കാരണങ്ങളിലൊന്നായി കണ്ണൂരിലെ CPM നേതാവ് PP ദിവ്യയുടെ ബെനാമി ഇടപാട് സംബന്ധിച്ച പരാതിയിലെ പ്രാഥമിക അന്വേഷണവും തുടർ നടപടിയാണെന്നും പ്രചരിച്ചിരുന്നു. ഈ പദവിയിൽ പിന്നീട് എത്തിയത് മനോജ് എബ്രഹാമാണ്. ചുരുക്കപ്പട്ടികയിൽ മനോജ് എബ്രഹാം ഉണ്ടെങ്കിൽ അദ്ദേഹമാകും DGP ആകുക എന്നാണ് സൂചന. പട്ടികയിലുള്ള എല്ലാവരും പോലീസ് മേധാവിയാകാനുള്ള സന്നദ്ധത സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. കേന്ദ്ര ഡെപ്യൂട്ടേഷനിലുള്ള റവാഡ ചന്ദ്രശേഖർ, സുരേഷ് രാജ് പുരോഹിത് എന്നിവർ പോലീസ് മേധാവി സ്ഥാനം ലഭിച്ചാൽ കേരളത്തിലേക്ക് മടങ്ങിയെത്താമെന്ന് അറിയിച്ചിട്ടുണ്ട്. അന്തിമ പട്ടിക തയ്യാറാക്കാനായി UPSC യോഗം ജൂൺ 20-ന് ചേരുമെന്നാണ് സൂചന. സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ കാലാവധി ഈ വർഷം ജൂൺ 31-ന് അവസാനിക്കാനിരിക്കെയാണ് 6 പേരുടെ പ്രാഥമിക പട്ടിക തയ്യാറാക്കി സംസ്ഥാനം UPSCക്ക് കൈമാറിയത്. പരിചയസമ്പത്തടക്കം പരിഗണിച്ച് അനുയോജ്യരായ 3 പേരെയാകും കേന്ദ്രം തിരഞ്ഞെടുക്കുക. ഇതിലൊരാളെ സംസ്ഥാന സർക്കാരിന് പോലീസ് മേധാവിയാക്കാം. സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനം 6-അംഗ പട്ടിക നൽകുന്നത്. എന്നാൽ UPSCയുടെ 3-അംഗ പട്ടിക ഉദ്യോഗസ്ഥരുടെ സീനിയോറിറ്റിയും പ്രവർത്തനവും സ്വഭാവശുദ്ധിയും പരിഗണിച്ചാണ് തയ്യാറാക്കുക. പോലീസ് മേധാവിയാകാനുള്ളവരുടെ ചുരുക്കപ്പട്ടികയുണ്ടാക്കാനുള്ള സെലക്ഷൻ കമ്മിറ്റിയിൽ സംസ്ഥാന ചീഫ് സെക്രട്ടറിയും DGPയും ഉണ്ട്. UPSC ചെയർമാനും കേന്ദ്രസേനകളിൽ ഒന്നിന്റെ മേധാവിയും കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയുമാണ് മറ്റുള്ളവർ. അർദ്ധസൈനിക വിഭാഗത്തിന്റെ തലവനായിരുന്ന ഗുരുതര വീഴ്ച വരുത്തിയതിനാൽ നിതിനെ പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പരിഗണിക്കാതിരിക്കാൻ സാധ്യതയേറെയാണ്. സെലക്ഷൻ കമ്മിറ്റിയിൽ കേന്ദ്രം ഇങ്ങനെയൊരു നിർദ്ദേശം വെച്ചാൽ സംസ്ഥാനം യോജിച്ചേക്കും. അടുത്ത ജൂലൈ വരെ കാലാവധിയുള്ള നിതിനെ ഒഴിവാക്കിയാൽ 2031 ജൂൺ വരെ കാലാവധിയുള്ള മനോജ് എബ്രഹാം പട്ടികയിൽ ഉൾപ്പെടും. സെലക്ഷൻ കമ്മിറ്റിയിൽ കേന്ദ്ര നിലപാടാകും ഇക്കാര്യത്തിൽ നിർണായകമാകുക.